സ്വർഗീയനാദം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി 142 സങ്കീർത്തനം 4 വാക്യം വായിക്കുന്നു. വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പൊയ്പോയിരിക്കുന്നു, എന്റെ പ്രാണനു വേണ്ടി ആരും കരുതുന്നില്ല. എന്നെ അറിയുന്നവർ ആരുമില്ലല്ലോ എന്ന് ഏകാന്തതയുടെ നിമിഷങ്ങളിൽ നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മെക്കുറിച്ച് അന്വേഷിക്കുന്ന, നമ്മെ അറിയുന്ന ഒരുവനുണ്ട് എന്ന് നാം നിശ്ചയമായും അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അവിടുന്ന് അരുളി ചെയ്യുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാണ്. എങ്ങനെയാണ് ഒരുവന് കർത്താവിന്റെ അടുക്കൽ വരുവാൻ സാധിക്കുന്നത്? അതിന് മറുപടി എന്നോണം ദാവീദ് ഇപ്രകാരമാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്: എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു, എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ, എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ എന്നാണ്. ഈ ആത്മാർത്ഥമായ പ്രാർത്ഥന നാം ദൈവത്തോട് അറിയിക്കുന്നു എങ്കിൽ അവിടുന്ന് നമ്മുടെ ഹൃദയത്തിന് യഥാർത്ഥമായ സമാധാനം നൽകും. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വാഗ്ദത്തം ഉള്ളതുകൊണ്ട് അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ പ്രാണനു വേണ്ടി കരുതുന്ന ഈ ദൈവത്തോട് ചേർന്ന് ഏറ്റവും വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് എപ്പോഴും ഞങ്ങളുടെ കോട്ടയും ശരണവുമാണല്ലോ. അങ്ങ് ഞങ്ങളുടെ പ്രാണനു വേണ്ടി കാൽവരി ക്രൂശിൽ അങ്ങയുടെ പുത്രനെ ഒരുക്കി ഞങ്ങളെ കരുതിയല്ലോ. അങ്ങയുടെ ഈ മഹാസ്നേഹം തിരിച്ചറിഞ്ഞ് അങ്ങയോട് ചേർന്ന് വസിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ കേട്ടതിനാൽ നന്ദി. ആമേൻ. ജീവനാഥന്റെ വാക്കുകൾ അനുദിനം ശ്രവിപ്പാൻ കേൾക്കൂ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. പരിഹാസം ഏറിടുമ്പോൾ, നിന്നാ വാക്കുകൾ എഴുതിടുമ്പോൾ, എന്നെ അറിയുന്നവൻ ആരായുന്നവൻ, എന്നെ അറിയുന്നവൻ ആരായുന്നവൻ, എന്നെ അതിശയമായി നടത്തും. എന്റെ നാഥൻ അറിയുന്നല്ലോ, എന്നെ നന്നായി അറിയുന്നല്ലോ. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എന്റെ നാഥൻ അറിയുന്നല്ലോ, എന്റെ നാഥൻ